എനിക്കറിയാനല്ല. രവി, എന്താ ഇത്? ഗുഡ് മോർണിംഗ് മമ്മി. മമ്മി അതെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നേരം വെളുക്കാ ഇരുട്ടുന്നത് വരെ, ഇരുട്ടിയാ പിന്നെ വെളുക്കുന്നത് വരെ കുടി തന്നെ കുടി. കുടിച്ചു കുടിച്ച് നീ നശിക്കും. രാജശേഖരൻ തമ്പിയുടെ സഹോദരി സുഭദ്രമ്മ തങ്കച്ചിയാണ് ഞാൻ. എന്റെ മകനാണ് നീ. അന്തസ്സും അഭിമാനമുള്ള തറവാടാണിത്. ആ ഓർമ്മ പോലും നിനക്ക് ഇല്ലാതെ പോയല്ലോ. കുടിക്കണമെങ്കിൽ ബാറിൽ പോകണമെന്നുണ്ടോ? ഇവിടെ ഇരുന്ന് കുടിച്ചൂടെ? സോറി മമ്മി. എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്റെ മകനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. ഇനി കുടിക്കില്ല മമ്മി. എനിക്ക് വിശ്വാസമില്ല. നീ ഒരിക്കലും നന്നാവില്ല. ഇല്ല മമ്മി, ഞാൻ കുടിക്കത്തേ ഇല്ല. പോയി കിടന്നുറങ്ങ്. പോയിന്താ അറിയല്ലേ? അറിയാല്ല. എന്താ തൊഴിയാ? എന്തൊരു മമ്മയാണിത്. എപ്പോഴും വഴക്ക് തന്നെ വഴക്ക്. ഗോവിന്ദ, എന്റെ മമ്മിക്ക് സ്നേഹിക്കാറിയില്ലേ? കുഞ്ഞു കിടന്നുറങ്ങിക്കാട്ടെ. ഗോവിന്ദ പോയിക്കോ. ഗോവിന്ദ, ഗോവിന്ദ. എന്തോ? രവി ഉണർന്നു കാണും, കൊണ്ടുപോയി കൊടുക്ക്. Cheers, darling. ഹലോ. ഹലോ. ഹായ് സ്വപ്ന. ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? എന്റെ അടുത്ത് തന്നെ നീ എപ്പോഴും ഉണ്ടല്ലോ. രാവിലെ തന്നെ ലഹരിയിലാണല്ലോ. നീയാണ് എന്റെ ലഹരി. ഡാളി, ഇന്ന് എന്താ ദിവസം അറിയാമോ? നീ എന്റെ കൂടെ ഉള്ളപ്പോൾ ദിവസമോ മാസമോ കാലമോ ഒന്നും ഞാൻ ഓർക്കാറില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ഡാളി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഐ ഫോർഗോട്ട് ഇറ്റ്. Many, many happy returns of the day, darling. Thank you. മമ്മി, മമ്മി കേൾക്കുന്നുണ്ട്. മമ്മി, നമ്മുടെ സ്വപ്നയില്ലേ? സ്വപ്ന, അവളുടെ ബർത്ത്ഡേ ആണെന്ന്.
ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. തമ്മിൽ കാണാമെന്നും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതും പറഞ്ഞു. കാര്യമായി എന്തെങ്കിലും പ്രസന്റ് കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞു. അതിന് നിനക്ക് പണം വേണമല്ലേ? മാനേജർ സാർ വന്നിരിക്കുന്നു. അവിടെ ഇരിക്കാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇത് ടോംസൺ കമ്പനിയുമായുള്ള എഗ്രിമെന്റ് ആണ്. മിസ്റ്റർ പ്രഭാകരൻ, ബോംബെയിലെ ഹീരാചന്ദുമായിട്ടുള്ള കോൺട്രാക്ടിന്റെ പീരീഡ് അവസാനിച്ചു. ഇല്ല, അത് സെപ്റ്റംബർ വരെ ഉണ്ട്. ഗുഡ് മോർണിംഗ് രവി. എന്താ നിന്റെ തല മാത്രമേ അനങ്ങുള്ളൂ, നാം അനങ്ങൂല്ലേ? സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ രവി ഒരുമാതിരി വല്ലാതിരിക്കുന്നത്? ഇവൻ എന്നും ഇങ്ങനെ തന്നെയല്ലേ? നീ എന്താ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നത്? മാഡം, ഒന്നും തോന്നരുത്. പറയൂ. രവി ഇപ്പോഴും കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാറിൽ പോയി കുടിച്ച് കൂത്താടുന്നതിനേക്കാൾ ഭേദമല്ലേ വീട്ടിലിരുന്ന് കുടിക്കുന്നത്? ശീലമായി പോയി. ഇനി ആര് വിചാരിച്ചാലും അവന് തിരുത്താനാവില്ല. തീർച്ചയായിട്ടും വരണം. സാർ, 18-ാം തീയതിയാണ് ഓണം. സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഒരു ചെറിയ അഡ്വാൻസ് തരണം. അയ്യോ, അഡ്വാൻസ് അത് സാധ്യമല്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി, അതാണല്ലോ ഇവിടുത്തെ ഏർപ്പാട്. എന്താ രവി, എന്താ? കാഷ്യറോട് ഞാൻ 10,000 രൂപ ചോദിച്ചു. അയാൾ തരുന്നില്ല. നിങ്ങൾ പറഞ്ഞാലേ അയാൾ തരുമെന്ന്. കാഷ്യർ, രവിക്ക് 10,000 രൂപ കൊടുത്തേക്കു. രവി വാങ്ങിച്ചു. സാർ, ഓണമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കെട്ടരുത്. ഞങ്ങൾക്ക് അഡ്വാൻസ് തരണം. ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി ചോദിക്കാനാണ്? മാധവ, പണത്തിന്റെ കാര്യമെല്ലാം സുഭദ്രാമ തങ്കച്ചോടാണ് ചോദിക്കേണ്ടത്. എന്താ മാനേജർ? ഇവർക്ക് ഓണത്തിന് അഡ്വാൻസ് വേണമെന്ന്. അഡ്വാൻസോ? ഓ, എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ജോലിക്ക് കൂലി. അതെന്റെ സ്ഥാപനത്തിൽ നടപ്പില്ല. അങ്ങനെ പറയരുത്. നോ, കൂടുതൽ സംസാരിക്കണമെന്നില്ല. നോ അഡ്വാൻസ്, നത്തിങ്. നിങ്ങൾക്ക് പോകാം. ഞങ്ങൾ പോവില്ല. വെറും ന്യായമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അത് സാധിച്ചു കിട്ടാതെ ഞങ്ങൾ ഇവിടെ നനങ്ങില്ല. ആർക്കൊക്കെ ന്യായം വേണോ അവർക്കൊക്കെ ഇവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് പോകാം. സുഭദ്രാമത്തകച്ചി, നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുത്. ന്യായമായ ഞങ്ങളുടെ അവകാശം നിങ്ങൾ നിഷേധിച്ചാൽ ഈ നിമിഷം മുതൽ ഈ ഫാക്ടറി ചലിക്കില്ല. വരൂ. ഓണ അഡ്വാൻസ് അനുവദിക്കുക. ഓണ അഡ്വാൻസ് അനുവദിക്കുക. സുഭദ്രാമത്തങ്കച്ചി നീതി പാലിക്കുക. ഹായ് സ്വപ്ന, നീ എന്നോട് പിണങ്ങിയോ? വേണ്ട വേണ്ട, കാത്തിരുന്നിരുന്ന് ഞാൻ മടുത്തു. ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഒരുമിച്ചുണ്ടാമെന്ന് കരുതി. പക്ഷേ രവി വന്നില്ല. ആഹാ, അത്രേ ഉള്ളൂ. സില്ലികൾ. എനിക്കറിയാം, എന്നോട് സ്നേഹമില്ലെന്നിട്ടാ രവി വരാഞ്ഞത്. സ്വപ്നെ, നീ ഏതാ പറഞ്ഞത്? എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നീ അല്ലാതെ മറ്റാരാണുള്ളത്? എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ അമ്മ സ്നേഹത്തോടെ എന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല.
എന്റെ മനസ്സ് സ്നേഹത്തിന് വേണ്ടി ദഹിക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ അടുത്തേക്കാണ് ഓടി വരാറുള്ളത്. പക്ഷേ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാനില്ല. ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. രവീന്ദ്രനെ വിഷമിക്കുന്നേ. രവിയെ സ്നേഹിക്കാൻ ഞാനില്ലേ എപ്പോഴും. എനിക്ക് എന്റെ രവിയെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. രവിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് നിന്റെ ബർത്ത്ഡേക്കുള്ള സമ്മാനമല്ല. പിന്നെ ഇന്ന് നമ്മളുടെ വിവാഹ നിശ്ചയമാണ്. പക്ഷെ ഒരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. കർഷകരോ കുടിയേറ്റ് കർഷകർ ധർണ നടത്തി എന്നതിന് പകരം കടിയേറ്റ് കർഷകർ ധർണ നടത്തി എന്നാണ് അച്ചടിച്ചു വന്നിരിക്കുന്നത്. അയ്യോ ക്ഷമിക്കണം, ഞാനേ നാളത്തെ പത്രത്തിൽ തന്നെ അതിന് ക്ഷമാപണം ചോദിച്ചേക്കാം. തനിക്ക് ഈ കുടിയും കഴിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ലേ? എന്ത് പറ്റി സാർ? ഞാൻ വേണം നാളെ ക്ഷമാപണം ചോദിക്കാൻ. അറിയോ? ഒരു മാറ് കൊണ്ട് മാറോ? ഇനി എന്താണോ ഇതിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്? തമ്പീസ് ഇൻഡസ്ട്രീസിൽ പണിമുടക്ക് മാനേജ്മെന്റിന്റെ ധിക്കാരം. തന്നോട് ഈ ഫ്രണ്ട് പേജിൽ 17 ഒളിച്ചോട്ടത്തെ കുറിച്ച് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അച്ഛൻ നടത്തിയപ്പോഴേക്കും 17 തിരിച്ചു വന്നു സാർ. അതിൽ തനിക്കുന്നവരോ അവൾ തിരിച്ചൊന്ന് തന്നെ വീട്ടിലേക്കാണോ? തന്നോട് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കാൻ ആരാ പറഞ്ഞെന്നാ ചോദിച്ചത്? ഞാനാ സർ. ഇതെന്താ ശ്രീദേവി ഇത്? എന്തിനാ ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തത്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ? അവർക്ക് പണം കൊണ്ടും കൂടിയാണ് ഈ പത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നോ? ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെക്കണം. ചിലതൊക്കെ ആവാം, എല്ലാം അങ്ങനെ വെക്കണം. ഞാൻ എഴുതിയ ഓരോ അക്ഷരവും സത്യമാണ് സർ. ശ്രീദേവി, സത്യം മാത്രം എഴുതിയാൽ നമ്മുടെ പത്രം നിലനിൽക്കില്ല. ഒരു പത്രപ്രവർത്തകന്റെ പേന ഒരിക്കലും കള്ളം പറയരുതെന്ന് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ എന്നെ ഉപദേശിച്ചു. ജീവിക്കാൻ അറിയാൻ പാടില്ലാത്ത മകൻ ആരാണ് എന്റെ കുട്ടി? സോറി സർ. പറയൂ. ഞാൻ ഇവിടെ ആദ്യം ജോലിക്ക് വന്നപ്പോൾ സാർ തന്നെയാണ് എന്നെ അങ്ങനെ ഉപദേശിച്ചത്. അയ്യോ, അത് രാജമേ, ഇത്തവണത്തെ ഓണം അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ. ഫാക്ടറിയിലാണെങ്കിൽ പണി മുടക്കവും ബഹളവും ഒക്കെയാ. ഈ രൂപ തന്നെ കുഞ്ഞുമറിയതിന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടമെടുത്തതാ. ഓണം ഉണ്ടില്ലേലും വേണ്ടില്ല, നിങ്ങൾ ബഹളത്തിനും കുഴപ്പത്തിനൊന്നും പോകാതിരുന്നാ മതി. ആ ഇതാന്നോളെ, നിനക്കൊരു സാരിയ. ആ രാജമേ, നീ അറിഞ്ഞോ, ഇവളെ പറ്റി ഫാക്ടറിയിലുള്ളവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. നീ പത്രത്തിൽ എഴുതി അച്ഛൻ വായിച്ചു, അസലായി മോളെ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അങ്ങനെയൊക്കെ എഴുതി രാവിലെ അവൾ വഴക്കം പറഞ്ഞ് ചിരിക്കുവാ ഞാൻ. അപ്പഴാ വന്നിരിക്കുന്നത് അസലായി എന്ന് പറയാം. നീ പോടി അവിടുന്ന്. നിനക്ക് അടുക്കളയൊക്കെ വന്ന് ചട്ടിയും കലവും കഴിയാനല്ലാതെ വേറെ വല്ലതും അറിയാമോ? ആ എന്നാലേ വല്ലവരെ പറ്റി വല്ലതൊക്കെ എഴുത്. എന്നിട്ട് അവര് തരുന്ന അച്ഛനും മോളും കൂടെ അങ്ങ് പങ്കിട്ട് വാങ്ങിച്ചോ. എന്തോന്നാ പെറുക്കി? ഞാനൊരുത്തിനകത്ത് പെറുക്കിനെ കണ്ടൂടെ? എടാ, എല്ലാരും കൊണ്ട് ഇതിനകത്ത് കൈയിടാനേ എന്റെ ഒന്ന് എന്റെ തന്ത വലുവിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എടാ, ഞാൻ യൂണിയനിലുള്ളവനാ, പെറുക്കി യൂണിയൻ. പോടാവിടുന്നു. അയ്യോ, എല്ലാവന്മാരും വലിയ വീട്ടിലാ താമസം. ചപ്പും ചവനും കുറ്റിയെ കൊണ്ടുവന്നിടാ ഇമാര് പുഴുങ്ങി തിന്നുവാണോ? രാവിലെ 10 ചവനും കുറ്റിയെ കൊണ്ടുവന്നിടാ ഇമാര് പുഴുങ്ങി തിന്നുവാണോ? രാവിലെ 10 ഇത് കൈനീട്ടം കിട്ടിയില്ല. വല്യവന്മാരോ മേലൽപ്പ വൃത്തികേടായെങ്കിലും രാവിലെ ഒരു കോള് കിട്ടി. പൈപ്പിങ്കര ആയിരിക്കില്ലേ?
ഒറ്റ തുള്ളി പോലും ഇല്ല. ദാരിദ്ര്യവാസി. ഇതേതെങ്കിലും രാഷ്ട്രീയക്കാർ കുടിച്ചായിരിക്കും. കുപ്പി വിഴുങ്ങാത്ത എന്റെ ഭാഗ്യം. ആ എങ്കിലും കിട്ടിയല്ലോ. അടിയോ അടിയോ വരുന്നൊരു പരമ വെറുക്കി. എങ്ങനെയുണ്ടോ ബിസിനസ് ഒക്കെ? വെറുക്കി ബിസിനസ്. നിനക്കൊല്ലം കിട്ടിയോ? ആ കിട്ടി കിട്ടി കിട്ടി. എന്താ? ഒരു പെണ്ണിന്റെ പ്രേമലേഖനം. അയ്യടി കല്ലി. അവനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അവള് തൂങ്ങിച്ചാവോ? അവള് തൂങ്ങിച്ചാവുകയൊന്നുമില്ലളിയാ. ആത്മഭൂതിയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഹൂതിയും ചെയ്യില്ല. അവള് വേറെ കല്യാണം കഴിച്ചാണ്. അല്ലെങ്കിൽ വേറെ വല്ലവന്റെ കൂടെ ഇറങ്ങി പോയി കാണും. പൊറുക്കിത്തരം കഴിക്കരുത് കേട്ടോ. നമ്മൾ പെറുക്കികളല്ലേ? ഞാൻ യൂണിയനിൽ കംപ്ലൈന്റ് ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും പറ്റിയോ? ഇത് കണ്ടോ? അതെ അരേക്കറില്ല. നന്നായി പോയി. മിസ്റ്റർ, നിങ്ങളുടെ വണ്ടി പുറകോട്ട് എടുക്കുന്നതാണ് നല്ലത്. നീ ആരാടി? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നിങ്ങൾ ആ വണ്ടി പുറകോട്ടെടുക്കാൻ പറയണം. ഞങ്ങളാണ് ആദ്യം വന്നത്. നിങ്ങൾ പുറകോട്ട് എടുക്കുന്നതാണ് മര്യാദ. നമ്മൾ മാറരുതാളേ, മാറരുത്. നീ ആ വണ്ടി പുറകോട്ടെടുക്കാൻ പറയുന്നു, അതോ ഞങ്ങൾ കാറ് കൊണ്ടുവന്ന് ഇടിച്ച് അത് പൊളിച്ചു കളയണോ? അത്രയ്ക്കൊന്നും ആരും ആളായിട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും വഴക്കുണ്ടാക്കണ്ട. ഞാൻ എന്റെ വണ്ടി മാറിക്കോളാം. ഓ ആളിനെ മനസ്സിലായോ? സുഭദ്രാമത്തങ്കച്ചിയുടെ മോനാ. വലിയ തറവാട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാവിലെ കുടി തുടങ്ങും, പിന്നെ ഈ പെണ്ണുമായി ചുറ്റി നടക്കുന്ന തൊഴില്. ഒരു കഷ്ടപ്പാടെ. മഴയില്ല, മണ്ണെണ്ണയില്ല, മനുഷ്യൻ ചവറ് വിടുന്നില്ല. നമ്മൾ എങ്ങനെ ജീവിക്കും? നിന്റെ ചാക്ക് ഇവിടെ? ചാക്കോ? അല്ല വർഗീസ്. ചാക്ക് അത് ഞാൻ വിറ്റു. എടാ അത് നമ്മുടെ വയറ്റ് കുഴപ്പമല്ലേ ഇവിടെ ദാരിദ്ര്യവാസി? പഴയ പൗഡർ ടിന്നോ ടൂത്ത് പേസ്റ്റിന്റെ കുറ്റോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാനൊക്കെ ഉള്ളൂ. അതൊക്കെ മുതലാളിമാരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ സൂക്ഷിച്ചു വെച്ച് വിറ്റ് കാശുണ്ടാക്കി തുടങ്ങി. ശരിയാളിയാ. പണ്ട് നമ്മളെ കൊണ്ട് പെറുക്കിച്ച് അത് വാങ്ങി വിറ്റ് മുതലാളിമാര് കാശുണ്ടാക്കി. ഇപ്പൊ അവന്മാര് നേരിട്ട് പെറുക്കി വിൽക്കുക. നമ്മള് പട്ടിണി. ഞാൻ സൂത്രം പറയട്ടെ. എന്താ? നമുക്ക് രണ്ടുപേരും കൂടി വല്ല പാതിരിമാരെയോ കന്യാസ്ത്രീമാരെയോ വേഷം കെട്ടി വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയി ചെരുപ്പ് പൊഷ്ടിക്കുക. ചെരുപ്പ് പൊടിക്കാനോ? എടാ അത് വലിയ ശിക്ഷയാണ്. എന്തോ ശിക്ഷയാരാവത്? വധശിക്ഷ. വധയാണെങ്കിൽ വേണ്ട. ആ വേണ്ട. എടാ അളിയാ, ഇത് കണ്ടോ? കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവൻ 5 ലക്ഷം രൂപ പ്രതിഫലവും വാങ്ങി ഓടി രക്ഷപ്പെട്ടു. കൊള്ളാം. അവനാണ് മിടുക്കൻ. അളിയാ, ഒരു ഐഡിയ. നമുക്ക് സ്കൂളിൽ ചെന്ന് പിള്ളേരെ തട്ടിക്കൊണ്ടു പോവാം. അത് ശരിയാ. അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സ്കൂളിൽ പോകാമല്ലോ. പഠിപ്പിക്കാനായിരിക്കും. ആ കണക്ക്. ഓരോ കുട്ടിക്കും 5 ലക്ഷം രൂപ. കേരളത്തിൽ എത്ര സ്കൂളുകളുണ്ട്? 1 ലക്ഷം. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 3 ലക്ഷം. 5 കൂടെ 3 എത്ര? 13 ലക്ഷം. ആ 13 ലക്ഷം രൂപ നമുക്ക് കിട്ടും. പോയി.